എന്താ സാർ ഇങ്ങോട്ട്? അകത്തോട്ട് വരാനല്ലേ? ഷുവർ, പ്ലീസ് കം ഇൻ. താങ്ക്സ്. സാർ ഇങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാൻ ആ കുട്ടികളുടെയും ജെന്നിഫറിന്റെയും മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്ന. അലോഷിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും? അവര് നല്ല കുട്ടികളായിരുന്നു സാർ. ഞാൻ അവരെ നൃത്തം പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ജെന്നിഫറിനെ കുറിച്ച് എനിക്ക് അത്ര അഭിപ്രായമില്ല. വൈ? അവരുടെ ചില നോട്ടങ്ങൾ, അർത്ഥം വച്ചുള്ള സംസാരം, പലപ്പോഴും എനിക്കത് ബോറായിട്ടാ തോന്നിയിട്ടുള്ളത്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷരുന്നീലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമ. പ്രിയ ശിഷ്യയ്ക്ക്, എന്റെ സുന്ദരിക്കുട്ടിക്ക് ഈ ഗുരുവിന്റെ സ്നേഹാശംസകൾ. അലോഷി, ഒരു ഗുരു ശിഷ്യയ്ക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിലെ ചില പ്രയോഗങ്ങൾ അതത്ര ശരിയല്ല. അയ്യോ സാർ, ഞാനും ഉദ്ദേശിച്ചല്ല. ഒരു ഗുരു ശിഷ്യ ബന്ധ. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അലോഷി ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. എന്താ സാർ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓ ഷുവർ, 1 സെക്കൻഡ്. ഇരുന്നോളൂ സാർ. താങ്ക്സ്. ഇതാ സ്കൂളിലെ ടീച്ചറല്ലേ? അതെ സാർ. ഞങ്ങള് വിവാഹം കഴിക്കാൻ പോവാ. ഓ ഗുഡ്. ഞാൻ ചുമ്മാ ചോദിച്ചാ. പക്ഷെ ഈ പകൽ ഇത് അത്ര നല്ലതല്ല കേട്ടോ. എന്താ സാർ? ഈ വെള്ളവടിയെ. ഓക്കെ, വരട്ടെ. ഗുഡ് ലക്ക്. എന്താ അവിടെ? എന്താ എന്താ? പാറു, 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 മോനെ, മോളെ, എന്താ മോളെ ഇത്? എന്താ ഇത്? മോളെ, മോളെ, വിട്. മോളെ പാറു, വിട്. മോളെ പാറു, വിട്. വിട്. അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, അമ്മ എഴുന്നേറ്റ്. എന്തിനും പറ്റിയോ? പതുക്കെ. കൊച്ചാ, എന്താ പറ്റിയത് ഇവിടെ? എന്തിനാ കൊച്ചനെ തല്ലിയത്? പോട്ടെ, സാരമില്ല. മോക്ക് എന്താ പറ്റിയത്? മോളെന്തിനാ മുത്തശ്ശിയും കൊച്ചനെയൊക്കെ ഉപദ്രവിച്ച്? മോള് വാ, മോള് വാ. ഒന്നുമില്ല, വാമ്മേ. പാറുവിനിപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല വേദനയുണ്ട്. ഐ എം സോറി. മോള് കിടന്നോളൂ. എന്താ ശ്രീ, എന്താ അവക്ക് പറ്റിയത്? എനിക്കൊന്നും അറിയില്ലമ്മേ. ഈശ്വര, ശ്രീയേട്ടനാ? എന്തായാലും ഈ കാര്യം നീ അവനോട് കൊണ്ടൊന്ന് പറഞ്ഞേര്. ചേട്ടാ, ചെറിയ പനിയുണ്ട്. സാരമില്ല, പാരസെറ്റമോളിൽ മാറാവുന്നതേ ഉള്ളൂ. തൽക്കാലം നന്നായിട്ടൊന്ന് വിശ്രമിക്കട്ടെ. സ്കൂളിലേക്കൊന്നും വിടണ്ട. ഓക്കെ. മോക്കിച്ചിരി കഞ്ഞി എടുക്കട്ടെ. അല്ല ശ്രീയേട്ടാ, ചേട്ടൻ ഈ പ്രേതം, പിശാച് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? പലരും ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും റിസർച്ച് ചെയ്യുന്നതേ ഉള്ളൂ. വേണു, പിന്നെന്താ അവൾ ഇങ്ങനെ പെരുമാറുന്നത്? സ്കൂളിലെ വാച്ചറും മറ്റും തറപ്പിച്ച് പറയുന്നു അവർ കണ്ടത് പാറക്കുട്ടിയെ തന്നെയാണെന്ന്. എന്തോ എന്റെ പരിശോധനയിൽ ഷീ സീംസ് ടു ബി എ നോർമൽ ഗേൾ. പിന്നെ ശ്രീയേട്ടന് വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാവുന്നതേ ഉള്ളൂ. വെൽ, ഡോക്ടർ സക്കരയുടെ മെന്റൽ ഹോസ്പിറ്റൽ വിൽ ബി ബെറ്റർ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന നോർമലായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചില മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ
ഇന്നലെയുള്ള അവളുടെ പെരുമാറ്റം എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ആ എന്തായാലും ഡോക്ടർ സക്കറി ഒന്ന് കൺസൾട്ട് ചെയ്തേക്കൂ. ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. ശ്രീയേട്ടൻ വരുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല. ചേട്ടൻ വിഷമിക്കാതെ. ഷി വിൽ ബി ഓൾ റൈറ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? അയ്യോ വേണു, അയ്യോ വേണു, അയ്യോ എന്താ ഇത്? എന്തെങ്കിലും പറ്റിയ വേണു? ഏയ് ഒന്നുമില്ല. അയ്യോ വേണുങ്കൾ, വേണുങ്കൾ എന്ത് പറ്റി? കൊച്ചച്ച വേണുങ്കൾ എന്താ പറ്റി? സാരമില്ല, മോൾ അകത്തോട്ട് വെക്കൂ. അമ്മേ, ഇവിടെ അകത്തോട്ട് കൊണ്ടുപോകും. എന്താ മോളെ? എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താണ് അതിനൊരു പോംവഴി? ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ടേക്ക് ടു സക്കറിയാസ് മെന്റൽ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. തൽക്കാലം മയങ്ങാൻ വേണ്ടി ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. പാറുവെന്താ കിടക്കുന്നത്? എനിക്ക് വല്ലാത്ത ക്ഷീണം കൊച്ചച്ച. വേണമെങ്കിൽ മോക്കൊരു ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി വന്നതാ. സാരില്ല കേട്ടോ. നാളെ നേരം വിളിക്കുമ്പോ പനിയെല്ലാം പമ്പ അടക്കും. നന്നായി ഉറങ്ങട്ടെ. ശരി അമ്മായി. മോൾ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല കൊച്ചച്ച. മോള് കണ്ണടിച്ച് പ്രാർത്ഥിച്ച് കിടന്നു, താനെ ഉറങ്ങിക്കോളൂ. കിടന്നു. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഉറങ്ങുന്നവരെ കൊച്ചച്ചൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ശരി, മോള് കിടന്നോളൂ. ഇന്ന് പഠിച്ചത് മതി. എഴുന്നേറ്റേ, വാ, വന്ന് കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരൂ. ഇതാ സാർ ലാപ്ടോപ്പ്. ശരിയാക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ബോർഡിന് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. സാർ, ആ മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽസ് വന്നു. കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വ്യാജ മേൽവിലാസമാണ്. അതിൽ നിന്ന് ഔട്ട് ഗോയിങ് കോൾസ് പോയിട്ടുമില്ല, ഇൻകമിംഗ് കോൾസ് വന്നിട്ടുമില്ല. അപ്പൊ ഇത് വളരെ കാൽക്കുലേറ്റീവ് ആണ്. അതിബുദ്ധിയുള്ള ആരോ ആണ് ഇതിന്റെ പിന്നിൽ. ശരി, നമുക്ക് നോക്കാം. ശരി സാർ. രാംദാസ്, കം ബാക്ക്. എന്താ സാർ? ഇത് കണ്ടോ? മരിച്ചുപോയ ആ 3 പെൺകുട്ടികളുടെ മാത്രമല്ല, ആ ഗേൾസ് ഹോസ്റ്റലിലുള്ള 80% കുട്ടികളുടെയും ന്യൂഡ് ഫോട്ടോസ് ഇതിലുണ്ട്. ഐ മീൻ ബാത്റൂം സീൻസ്. സൈബർ സെൽ, കണക്ട് മീ ടു മിസ്റ്റർ ഗിരീഷ് മേനോൻ. ഇറ്റ്സ് സോ ക്രൂവൽ സാർ. SP ശ്രീകാന്ത് ഹിയർ. മിസ്റ്റർ മേനോൻ, ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് നോട്ട് ചെയ്തോളൂ. www.yh-sola.com, then yh.sola@gmail.com. Yeah. Another one, jenny.80@hotmail.com. ഈ ജെന്നിയുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന yh.sola@gmail.com എന്ന മെയിലിന്റെ ഉടമസ്ഥൻ, ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദറ്റ് കമ്പ്യൂട്ടർ ഇത്രയും കളക്ട് ചെയ്യണം വിത്തിൻ നോ ടൈം. ഐ തിങ്ക് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ നെയിം. ചിലപ്പോ അതൊരു കോഡാണെങ്കിലും. എന്താ സാർ? ആ ഇമെയിൽ അഡ്രസ് ഒന്ന് എഴുതിയേ. yh.sola. yh.sola. ഓക്കെ, ഇത് തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊന്ന് എഴുതിയേ.
YH.SONA. Sir, it's Aloshi. യെസ്, അലോഷി. You go there. Come on. വീശിക്കഴിഞ്ഞോ? എന്നാ നമുക്ക് പോവാം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പട്ടി കഴിവുടെ മോനെ. നടക്കണം സ്റ്റേഷനിലോട്ട്. നടക്കണം.